നമസ്കാരം. രൗദ്രഭാവത്തിലുള്ള ശിവഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശിവഭഗവാനെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചുകൊണ്ടാണ് പൂജകൾ നടക്കുന്നത്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തും ആത്മാർത്ഥമാണെങ്കിൽ ഭഗവാൻ നടത്തിത്തരുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഇതുകൂടാതെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. ഗരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവ വിദ്യ ഗ്രഹിച്ച് ചീതാംബരത്തു പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗം യാത്ര ആരംഭിച്ച ഗരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. വലതു കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഗരൻ വിശ്രമം ആരംഭിച്ചു. ഉയർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിച്ചില്ല. താൻ പ്രതിഷ്ഠ കൊള്ളാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഗരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തന്റെ ഇടതു കൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം ആദ്യം വടക്കുംകൂർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർ 8 മനക്കാരായിരുന്നു. ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. 8 മനക്കാർക്കിടയിൽ ആഭ്യന്തര കലഹമുണ്ടായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി. പിന്നീട് കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദിവാനായ മൺട്രോ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രം ഏറ്റെടുക്കപ്പെട്ടത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ദക്ഷിണമൂർത്തി, ഗണപതി, ശാസ്താവ്, ദുർഗാദേവി, നാഗദൈവങ്ങൾ, യക്ഷി എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ. കൂടാതെ ഇതിന് സമീപമായി അന്തിമ മഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. കൊല്ലവർഷം 720 ഭഗവാൻ സ്വയം കൊളുത്തിയെന്ന് വിശേഷിക്കപ്പെടുന്ന വിളക്ക് പിന്നെ ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നത് ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയായി നിലനിൽക്കുന്നു.